പ്ലസ് 1 കഴിഞ്ഞ് പ്ലസ് 2ലേക്ക് കടക്കാനിരിക്കുന്ന കുട്ടികളോടാണ് പറയാനുള്ളത്. നമ്മുടെ റിസൾട്ടിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞു കാണും. നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് മെയ് 8-നാണ്. പബ്ലിക് എക്സാമിൻ്റെ പ്ലസ് 1 പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് ജൂൺ 10-നാണ്. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അതായത് നമ്മുടെ പ്ലസ് 1 പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് വെക്കാം. പക്ഷേ ഒരിക്കലും ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ പഠനം നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ പ്ലസ് 2 ക്ലാസ്സുകൾക്ക് തന്നെയാണ്. കാരണം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഓണം എക്സാം വരും. ഓണം എക്സാമിന് 3 മുതൽ 4 ചാപ്റ്റേഴ്സ് വരെ നമുക്ക് ഓരോ സബ്ജക്റ്റിനും പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ പ്ലസ് 2 ക്ലാസ്സുകൾക്ക് തന്നെയാണ്. നമുക്കറിയാം പ്ലസ് 1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം നിങ്ങൾ എഴുതേണ്ടത് പ്ലസ് 2 പബ്ലിക് എക്സാമിൻ്റെ കൂടെയാണ്, അതായത് അടുത്ത മാർച്ചിലാണ്. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് ഒരുപാട് സമയമുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, പ്ലസ് 2-ന് പ്ലസ് 1-ലെ പോലെ നമുക്കൊരു സെക്കൻഡ് ചാൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്ലസ് 2 ക്ലാസ്സുകൾക്ക് തന്നെയാണ്. ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ SSLC കഴിഞ്ഞ് പ്ലസ് 1-ലേക്ക് കടക്കാനിരിക്കുന്ന കുട്ടികളോടാണ്. നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും പ്ലസ് 1 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പ്ലസ് 1-ൽ അല്പം മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് പ്ലസ് 2-ൽ സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ പ്ലസ് 1-ൽ നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാനുള്ള അവസരമുണ്ട് എന്നുള്ളത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെയൊക്കെ നമ്മുടെ പ്ലസ് 1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമുകൾ നടന്നിരുന്നത് സെപ്റ്റംബർ മാസങ്ങളിലായിരുന്നു. അപ്പോൾ നമുക്ക് പഠിക്കാൻ ഒരുപാട് സമയമുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് നമ്മുടെ പ്ലസ് 1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമുകൾ നടക്കുന്നത് പ്ലസ് 2 പബ്ലിക് എക്സാമിൻ്റെ കൂടെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്ലസ് 1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഒരു 3 സബ്ജക്റ്റ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അപ്പോൾ പ്ലസ് 2-ലെ 6 സബ്ജക്റ്റിൻ്റെ കൂടെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്ന 3 സബ്ജക്റ്റും, അങ്ങനെ 9 സബ്ജക്റ്റുകളുടെ എക്സാം നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാം എന്നുള്ള ചിന്ത നിങ്ങൾ ഇപ്പോൾ തന്നെ മാറ്റി വയ്ക്കുക. കാരണം നമ്മൾക്ക് അറിയാം പ്ലസ് 2-ൽ നമുക്ക് സെക്കൻഡ് ചാൻസ് ഇല്ല, പ്ലസ് 1-ലെ പോലെ പ്ലസ് 2-ൽ നമുക്കൊരു സെക്കൻഡ് ചാൻസ് ഇല്ല. അതുകൊണ്ട് പ്ലസ് 2 നമ്മൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ നമ്മൾ എക്സാം എഴുതേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം കൂടി എഴുതേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബേർഡൻ ആവും, പഠിക്കാൻ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള ചിന്ത ഇപ്പോഴേ മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും മാർക്ക് പ്ലസ് 1-ൽ തന്നെ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ പ്ലസ് 1-ലേക്കുള്ള ബ്രിഡ്ജ് ക്ലാസ്സുകളൊക്കെ ഓൾറെഡി നമ്മുടെ സൈലത്തിൽ ആരംഭിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ഓരോ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.